നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചട്നിയാണ്. ഇതിൽ നാളികേരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. ഈ ഒരു ചട്നി തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് നിലക്കടല, അതായത് കപ്പലണ്ടി എടുക്കുമ്പോൾ റോസ്റ്റഡ് ആയിരിക്കും വേണം. അതുപോലെ തോല് മാറ്റിയിട്ടുള്ള കപ്പലണ്ടി ആയിരിക്കണം എടുക്കേണ്ടത്. എൻ്റെ കയ്യിലുള്ളത് പച്ച കപ്പലണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 1/4 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇതിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. കുറച്ച് സമയം ആകുമ്പോൾ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങും. കേൾക്കാൻ കഴിയുന്നുണ്ട്, ഇതുപോലെ പൊട്ടണം. ഇനി ഇത് ഇപ്പം നമ്മൾ തൊട്ട് നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ചെറുതായിട്ട് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായി കിട്ടും. നന്നായിട്ട് സൗണ്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് തണുക്കാനായിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് നല്ല ചൂടാണ്. ഇതിൻ്റെ തോല് നമുക്ക് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറുതായിട്ട് തണുക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. നിലക്കടല കൂടാതെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അതായത് ചെറിയ ഉള്ളി ഒരു 10 മുതൽ 12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 എരിവുള്ള പച്ചമുളക്, പിന്നെ ഈ ഒരു അളവിനുള്ള പുളി വേണം. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ മാത്രം എടുത്താൽ മതി. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചട്നിയുടെ കളർ തന്നെ മാറിപ്പോകും. അടുത്തായിട്ട് ആവശ്യമുള്ളത് കുറച്ച് പൊട്ടുകടലയാണ്. നമ്മൾ എത്രയാണോ നിലക്കടല എടുക്കുന്നത് ആ അളവിൽ തന്നെ പൊട്ടുകടല എടുക്കാം. പൊട്ടുകടല എന്ന് പറയുന്നത് റോസ്റ്റഡ് ചനാദാലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ബംഗാൾ ഗ്രാം എന്നും പറയും. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഈ സമയം കൊണ്ട് തന്നെ നിലക്കടലയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് അതിൻ്റെ തോല് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് പീനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അങ്ങനെ അതിൻ്റെ തോലൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ചാൽ നമുക്ക് ചട്നി വേഗത്തിൽ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒരു ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഈ ഒരു ചട്നി തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാകും. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. 10 മുതൽ 12 ചെറിയുള്ളിയാണ് ചേർക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചട്നി കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ചെറിയുള്ളി തന്നെയാണ് നല്ലത്. എങ്കിലും സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാള ചേർത്താലും മതിയാകും. ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയത്തിൽ വെച്ചതിന് ശേഷം 3 മിനിറ്റ് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതായത് ചെറിയ ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറണം. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയുടെ ഒരു പച്ച ചുവയുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടുകയും വേണം. കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എണ്ണം ചേർക്കുന്നത്. അപ്പോൾ എരിവ് കുറവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരു 4 മുതൽ 5 പച്ചമുളക് വരെ ചേർക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ടോട്ടൽ ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നോക്കൂ, പച്ചമുളകിൻ്റെ ഒരു കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊട്ടുകടല ചേർത്തെടുക്കാം. ഇതൊരു 1/4 കപ്പ് പൊട്ടുകടലയാണ് ചേർക്കുന്നത്. പൊട്ടുകടലയും കൂടി ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് പൊട്ടുകടല ഓൾറെഡി റോസ്റ്റഡ് ആണ് എങ്കിലും 1 മിനിറ്റ് ചെറുതായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ ഒരു ചട്നി കൂടുതലായിട്ടും തയ്യാറാക്കുന്നത് തമിഴ്നാട്, ആന്ധ്ര, കർണാടക ആ ഒരു ഭാഗത്താണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇതിൽ നാളികേരം ചേർക്കുന്നില്ല. അതുപോലെ തന്നെ വളരെ കുറച്ച് എണ്ണ മാത്രം ചേർത്താൽ മതിയാകും. അപ്പോൾ ഇത് കുറച്ചുകൂടി ഹെൽത്തിയാണ്. കാരണം ഇതിൽ നമ്മൾ പൊട്ടുകടല അതുപോലെ തന്നെ നിലക്കടലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നിലക്കടല ചേർത്ത് കൊടുക്കാം. നിലക്കടല ഓൾറെഡി റോസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതിയാകും. എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആട്ടോ ചേർക്കാനായിട്ടുള്ളത്. അതായത് കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, അതായത് മല്ലിയില ഈ ഒരു അളവിൽ ചേർത്താൽ മതിയാകും. അതുപോലെ തന്നെ കുറച്ച് പുതിന ഇല, മിൻറ്റ് ലീവ്സും കൂടി ചേർക്കാം. അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചട്നിക്കൊരു ലൈറ്റ് ഗ്രീൻ കളറാകും. അതിൻ്റെ ആവശ്യമില്ല. കൂടെ തന്നെ ഈ ഒരു അളവിൽ ഇഞ്ചിയും കൂടി ചേർക്കാം. പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു വലുപ്പത്തിന് പുളി കൂടിപ്പോയി കഴിഞ്ഞാൽ പുളി കൂടുകയെ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് പുളി ചേർക്കാനായിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇത് എല്ലാം കൂടി ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിൽ ചേർത്ത് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് മാക്സിമം ഒരു 5 മുതൽ 6 മിനിറ്റ് മതിയാവും. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ഉള്ളിച്ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നിയൊക്കെ തയ്യാറാക്കാനായിട്ട് കുറച്ചും കൂടി അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ഈസിയല്ലേ. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കാം. തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ചെറുതായിട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിലോട്ട് മാറ്റാം. അങ്ങനെ ചട്നി കൂട്ട് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് എടുക്കാം. ഇതുപോലെ പൾസ് ചെയ്തെടുക്കുക. ആദ്യമേ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്നും അരഞ്ഞു കിട്ടില്ല. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക. അധികം ഒഴിക്കേണ്ട, 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാകും.
ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ദേ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് കട്ടിക്കാണ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഈ സമയം ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കുക. ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ്. ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇഡ്ലിയുടെ കൂടെ ആട്ടോ ഈ ഒരു ചട്നി സെർവ് ചെയ്യുന്നത്. ഇഡ്ലിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ചട്നി. അതുപോലെ തന്നെ കുറച്ച് ലൂസായിട്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മിക്സി കഴുകി കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അങ്ങനെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് താളിച്ചും കൂടി ചേർക്കാം. ഇതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാൻ ശേഷം കടുക്, ഉഴുന്നുപരിപ്പ് മസ്റ്റാണ്. കൂടെ തന്നെ വറ്റൽമുളകും കരിവേപ്പിലയും ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്തതിന് ശേഷം ചൂടോടെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു ലിഡ് അടച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നാൽ മാത്രമേ താളിച്ചതിൻ്റെ ഒരു ഫ്ലേവർ ചട്നിയിലോട്ട് ഇറങ്ങത്തുള്ളൂ. ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഇഡ്ഡലിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂട് ഇഡ്ഡലിയാണ്. ഇപ്പോൾ അറൗണ്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ചട്നിക്ക് താളിച്ചും കൂടെ ചേർക്കുമ്പോൾ കേട്ടോ ചട്നി കംപ്ലീറ്റ് ആകുന്നത്. ഈ ഒരു ചട്നി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നാളികേരം ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ചട്നി വളരെയേറെ ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. നല്ല ചൂട് ഇഡ്ഡലിയുടെ മുകളിലോട്ട് ചട്നി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും ഇഡ്ഡലിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ വെള്ള ചട്നിയാണ്. ചട്നിയിൽ മുങ്ങിക്കിടക്കുന്ന ഇഡ്ഡലി കുറച്ചൊന്നെടുത്ത് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കറക്റ്റ് ഒരു റിവ്യൂ പറയാം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ തേങ്ങ ചട്നി തയ്യാറാക്കുന്ന ഒരു ചട്നിയുടെ ടേസ്റ്റ് അല്ല കേട്ടോ, വേറിട്ടൊരു ടേസ്റ്റാണ്. അത്യാവശ്യം എരിവുണ്ട്. നമ്മൾ ചേർത്ത എല്ലാ കാര്യങ്ങളും, അതായത് പുളിയൊക്കെ പാകത്തിന് തന്നെയാണ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇത് പുതുവർഷമാണ് വരുന്നത്. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. താങ്ക് യു.